പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി നിലനിൽക്കെ ഉടൻ ആണവ കരാറിലേക്ക് എത്തുമെന്ന പ്രതികരണവുമായി ഇറാൻ. ജനീവയിൽ ഇറാൻ അമേരിക്ക ആണവ ചർച്ചകൾക്കിടെയാണ് ഇറാൻ പരമോന്നത നേതാവിന്റെ ഉപദേഷ്ടാവിന്റെ പ്രതികരണം. ഇതിനിടെ അമേരിക്കയുടെ രണ്ടാം യുദ്ധക്കപ്പൽ USS ജെറാൾഡ് ആഫോർഡ് പശ്ചിമേഷ്യയിലേക്ക് അടുത്തു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള മൂന്നാം ഘട്ട ആണവ ചർച്ചയ്ക്കാണ് ഒമാന്റെ മധ്യസ്ഥതയിൽ ഇന്ന് ജനീവയിൽ തുടക്കമായത്. ട്രംപിന്റെ പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫിനും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിക്കും പുറമെ രാജ്യാന്തര അറ്റോമിക് എനർജി ഏജൻസി മേധാവി റാഫേൽ ഗ്രോസിയും മൂന്നാം ഘട്ട ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. That threaten the United States and our bases in the region and our partners in the region and all of our bases in the UAE, Qatar, in Bahrain, and they also possess naval assets that threaten shipping and try to threaten the U.S. Navy. So I want everyone to understand that beyond just the nuclear program, they possess these conventional weapons that are solely designed to attack America and attack Americans if they so choose to do so. അതിനിടെ അമേരിക്കയുമായുള്ള ആണവ കരാർ ഉടൻ സാധ്യമാകുമെന്ന് വ്യക്തമാക്കി ഇറാൻ രംഗത്തെത്തി. പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനിയുടെ മുഖ്യ ഉപദേഷ്ടാവ് അലി ഷംഖാനിയാണ് കരാർ ഉടൻ സാധ്യമാകുമെന്ന് അറിയിച്ചത്. ആണവായുധങ്ങൾ നിർമ്മിക്കുന്നത് തടയുകയാണ് ലക്ഷ്യമെങ്കിൽ ഉടൻ കരാറിലെത്താൻ ഇറാന് സാധിക്കുമെന്നും അലി ഷംഖാനി അറിയിച്ചു. ആണവ കരാറിലെത്തിയില്ലെങ്കിൽ ഇറാനെ ആക്രമിക്കുമെന്നാണ് അമേരിക്കയുടെ ഭീഷണി. അതേസമയം അമേരിക്കയുടെ രണ്ടാം യുദ്ധക്കപ്പൽ USS ജെറാൾഡ് ഫോർട്ട് ഗ്രീസ് പിന്നിട്ട് പശ്ചിമേഷ്യയിലേക്ക് നീങ്ങുകയാണ്. 2023 ഇറാഖ് അധിനിവേശത്തിന് ശേഷം പശ്ചിമേഷ്യയിൽ നടക്കുന്ന ഏറ്റവും വലിയ സൈനിക വിന്യാസമാണ് അമേരിക്ക മേഖലയിൽ നടത്തുന്നത്. അമേരിക്ക ആക്രമിച്ചാൽ ശക്തമായ തിരിച്ചടി നൽകുമെന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ്. റിസർച്ച് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.